കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ അന്വേഷണ ചുമതല കായംകുളം SHOയിൽ നിന്നും DYSPക്ക് കൈമാറി. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയിരുന്നു. സുധീഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുധീഷ്, എന്തുകൊണ്ടാണ് ഈ അന്വേഷണം ഇത്തരമൊരു കൈമാറ്റം നടന്നിരിക്കുന്നത്? അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ DYSPക്ക് അന്വേഷണ ചുമതല നൽകിയത്? ഈ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നു എന്ന പരാതിയുമായി ബന്ധപ്പെട്ട് നിസ്സാര വകുപ്പുകൾ ചുമത്തി ഈ പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ 4-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാവുന്നത്. അന്ന് തന്നെ FIR ഇട്ടെന്നും പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു എന്നും എല്ലാം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് DGPക്ക് ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനകത്താണ് പറയുന്നത് 7 വർഷത്തിന് താഴെ മാത്രം ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. അതോടൊപ്പം തന്നെ കോടതിയിൽ അതിനുള്ള നോട്ടീസ് നൽകി എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് കിട്ടിയതിന് തൊട്ട് പിന്നാലെയാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇതിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും കായംകുളം SHOയെ മാറ്റി പകരം കായംകുളം DYSPയെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് നിസ്സാര വകുപ്പുകൾ ചുമത്തി അത്തരത്തിൽ ഒരു സ്വാധീനം അത് പോലീസിന് മേലുണ്ട് എന്ന ആക്ഷേപം തന്നെയാണ് നിലനിൽക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കായംകുളം യൂണിറ്റ് പ്രസിഡന്റാണ് കേസിൽ പ്രതിയായിട്ടുള്ള സിനിൽ എന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വലിയ രീതിയിലുള്ള സ്വാധീനം പോലീസിന് മേലിൽ ഉണ്ടായി എന്നതാണ് ആക്ഷേപമായി നിലനിൽക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയായി കൂടി വേണം പോലീസിന്റെ ഇപ്പോൾ അന്വേഷണ ചുമതലയിൽ നിന്നും SHOയെ മാറ്റി DYSPയെ ചുമതലപ്പെടുത്തിയതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേസമയം യുവതി ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയോ വൈദ്യപരിശോധന നടത്തുകയോ ഒന്നും തന്നെ പോലീസ് ചെയ്തിട്ടില്ല. അത്തരത്തിൽ കേസിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് പോലീസിൽ നിന്ന് നീതി ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ ഇല്ല എന്നതാണ് യുവതി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതി തേടി കോടതിയെ സമീപിക്കാനാണ് യുവതി തീരുമാനിച്ചിട്ടുള്ളതും. ഗൗതം. ഓക്കെ.